ഈ സ്കൂൾ സമയമാറ്റത്തോട് ഭൂരിഭാഗം പേർക്കും അനുകൂലമാണെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് ഇപ്പോൾ സമസ്ത തള്ളിയിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് വേണം റിപ്പോർട്ട് തയ്യാറാക്കാൻ. എന്നാൽ എങ്ങനെയാണ് പഠനം നടത്തിയത് എന്ന കാര്യം അറിയില്ല. സമയമാറ്റത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജറായ കെ മോയിൻകുട്ടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്ററാണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ചർച്ച സ്കൂൾ മാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച നടക്കാൻ പോകുകയാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ അടുത്ത് നിന്നൊരു അനുകൂല തീരുമാനം സമസ്ത പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സമസ്ത ന്യായമായ ഒരു ആവശ്യം സർക്കാരിന്റെ മുമ്പിൽ വെച്ചു. അതിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവും തന്നെയാണ് സമസ്ത പ്രതീക്ഷിക്കുന്നത്. സമസ്തക്ക് പറയാനുള്ള കാര്യങ്ങളും അവിടെ സമസ്ത വെക്കുന്ന നിർദ്ദേശങ്ങളും അനുകൂലമാവും എന്ന് തന്നെയാണ് സമസ്ത പ്രതീക്ഷിക്കുന്നത്. സമസ്ത സമർപ്പിക്കുന്ന ബദൽ നിർദ്ദേശങ്ങൾക്ക് സർക്കാർ ചെവി കൊടുക്കുമെന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ കൂടെ ഉണ്ടോ? അത് പഠന സമയത്ത് കുറവ് വന്നപ്പോഴാണ് ശനിയാഴ്ച 25 ശനിയാഴ്ചകൾ എടുത്തുകൊണ്ട് അത് പരിഹരിക്കാം എന്ന് സർക്കാർ തന്നെ തീരുമാനിച്ച് വിദ്യാഭ്യാസ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോടതി നിർദ്ദേശം എന്താണ്? കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സമയം പഠന ദിവസവും ഉറപ്പുവരുത്തണം. ആ ഒരു നിർദ്ദേശമാണ് കോടതി വെച്ചത്. രാവിലെ 9:45 തുടങ്ങി വൈകുന്നേരം 4:15 വരെ എന്നുള്ള നിർദ്ദേശം കോടതി ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. ഈ പഠന സമയം ഉറപ്പുവരുത്തണം, പഠന ദിവസങ്ങളും സാധ്യമാക്കണം. കോടതി വിധി പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിന് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ മാറ്റം വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗത്തെ അത് ബാധിക്കും. ഒരു വിഭാഗം മാത്രമല്ല, പൊതുസമൂഹത്തെയും ബാധിക്കുന്ന വിഷയമുണ്ട് ഇതിൽ. സമസ്ത നാളെ അതിന് അനുകൂലമായിട്ടുള്ള എല്ലാവർക്കും സ്വീകാര്യമാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില നിർദ്ദേശങ്ങൾ സമസ്ത മുന്നോട്ട് വെക്കുന്നുമുണ്ട്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾ സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കും. സർക്കാരാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട. ഒരു സമൂഹത്തിന്റെ പൊതുവിലുള്ള ആവശ്യം അത് പരിഹരിക്കേണ്ട ഒരു ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. പിന്നീട് നാളെ ചർച്ചയ്ക്ക് ശേഷമാണ് എന്ത് നിലപാടാണ് തുടർന്ന് നടത്തേണ്ടതെന്നുള്ളതൊക്കെ നേതൃത്വത്തിൽ കൂടി ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഇപ്പം നമ്മൾ നേരത്തെ ഒരു മുൻവിധിയോടുകൂടി ശ്രമിക്കാൻ പറ്റില്ലല്ലോ. സ്കൂൾ സമയമാറ്റ വിദഗ്ധ സമിതി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ പേരും ഈ സ്കൂൾ സമയമാറ്റത്തെ പിന്തുണച്ചതായിട്ടാണ് കാണുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ആ ഒരു റിപ്പോർട്ടിനെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെയുള്ള ഒരു പഠന റിപ്പോർട്ട് സ്വാഭാവികമായിട്ട് ഇതുവരെ കണ്ടില്ല. അങ്ങനെ ഒരു പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞ് വെളിച്ചത്ത് വരുന്ന സാഹചര്യം ഏതടിസ്ഥാനത്തിലാണ്, ആരെ വെച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് നടത്തിയിട്ടുള്ളതെന്നും അറിയില്ല. സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സമസ്ത സർക്കാരിന്റെ അടുത്ത് ഒരു അനുകൂല തീരുമാനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് സമസ്തയുടെ മാനേജറായിട്ടുള്ള മോയിൻകുട്ടി മാസ്റ്റർ ന്യൂസ് മലയാളത്തോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ദിഷിനോടൊപ്പം മനൽ കാസേദ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.